പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ മാമ്പഴപ്പുട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അടുത്ത് നമുക്ക് ചക്കപ്പുട്ട് ഉണ്ടാക്കാമെന്ന്. ഇത് ചക്കപ്പുട്ട് ഉണ്ടാക്കുന്ന ഇച്ചിരി മാറ്റമുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യം നമ്മൾ ഇത് കണക്ക് ചക്ക ചുളയായിട്ട് കണ്ടോ, ഇങ്ങനെ ചുളയായിട്ട് അടത്തിയെടുക്കുക. അടത്തിയെടുത്തിട്ട് ഇങ്ങനെ ആവശ്യത്തിന് ഉള്ള എത്രമാത്രം നമുക്ക് പുട്ട് വേണോ അതിനാവശ്യത്തിനുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഞുറുക്കി കണ്ടോ, ഇങ്ങനെ ഞുറുക്കി വെക്കുക. കണ്ടോ, ഇങ്ങനെ ഞുറുക്കി വെക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിനകത്തോട്ട് ആവശ്യം ബാക്കിയുള്ള ചക്ക അരച്ചുകൊണ്ട് വരണം. ഇത് മിക്സിയിൽ അരയ്ക്കണം. കുറച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയാലും ഇനിയിപ്പോൾ ഇത് അരച്ചുകൊണ്ട് വരട്ടെ. അരച്ചുകൊണ്ട് വന്ന് കണ്ടോ, നല്ല കുഴമ്പ് പോലെ ആ പരുവത്തിൽ അരച്ചുകൊണ്ട് വന്നു. ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മൾ തന്നെ കഴുകി വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിന് എത്രയാ വേണ്ടെന്ന ആവശ്യത്തിന്. അതൊക്കെ നമ്മുടെ വീട്ടിലെ നമ്മുടെ ആൾക്കാരുടെ അനുസരിച്ച് നമ്മുടെ ആവശ്യമല്ലേ. അപ്പോൾ അതേപോലെ എന്നിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ്. മറ്റേത് നമ്മൾ ചൂടുവെള്ളത്തിലല്ലേ കുഴച്ചത്, ഇത് നമ്മൾ ചൂടുവെള്ളത്തിലല്ല കുഴയ്ക്കുന്നത്. കണ്ടോ, ഈ അരച്ച് വെച്ച ഈ മാവ് ഇതിനകത്തോട്ടിടുക. ഇത് വെള്ളം ഒട്ടും തൊടാതെ അരച്ചത് കൊണ്ട് അധികം ഇതാകുകയല്ലോ. പിന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടിയുടെ അനുസരിച്ച് പിന്നെ സാധാരണ പുട്ടുപൊടി ഉണ്ടല്ലോ, അതിന് കൂടുതൽ വെള്ളം വേണ്ടേ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഇങ്ങനെ കുഴക്കട്ടെ. ഇങ്ങനെ കുഴച്ച് വെക്കുക. ഇപ്പോൾ ഇതിന് കണക്കായിട്ടുണ്ട്. ഇതിനകത്ത് പാലൊന്നും ഒഴിക്കേണ്ട കാര്യം വരുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിലേ ഇത് കണ്ടോ, ഈ ജാറിനകത്തോട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് ആ പാല് ആവശ്യമനുസരിച്ച് ഇങ്ങനെ ഈ പൊടി നനച്ച് എടുക്കാം. ഈ ജാറിനകത്തോട്ടൊരു സ്വല്പം പാലൊഴിച്ചിട്ട്, ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കുറച്ച് പൊടിയേ എടുത്തുള്ളൂ. അതുകൊണ്ട് ഈ കറക്റ്റ് പുട്ടിൻ്റെ പാകത്തിനുള്ള നനയ്ക്കുള്ള പൊടി ഉണ്ടായിരുന്നു ആ ചക്ക അരച്ചത്. അപ്പോൾ അതിൻ്റെ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. കണ്ടോ, ഇനി നമുക്ക് ഇതിപ്പം ഇങ്ങനെ ഇച്ചിരി കൂടെ നന്നായിട്ട് പൊടി ഒന്ന് ഇതാക്കി വെക്കട്ടെ. പുട്ടിൻ്റെ പാകത്തിൽ കുഴച്ചു. പിന്നെ എത്ര ഇതായാലും നമ്മൾ അരിപ്പൊടിയൊക്കെ കുഴയ്ക്കുമ്പോൾ ഇത് കണക്ക് ചെറിയ ചെറിയ കട്ടകൾ കാണുകയില്ലേ. ഈ കട്ടകൾ വരുവാണെങ്കിൽ നമ്മൾ എന്നാ എടുക്കണം, ഇതിനകത്തോട്ട് ഇങ്ങനെ ഈ പൊടിക്കുന്ന മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് ഒരു 1-2 പ്രാവശ്യം ഇങ്ങനെ ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അല്ല ഒത്തിരി നേരം ഇട്ട് അടിക്കരുത്. അപ്പം നല്ല പൊടി പോലെ ഇത് ഞാൻ പൊടിച്ച് വെച്ചതാ. കണ്ടോ, നല്ല പൊടി പോലെ കിട്ടും, നല്ല സോഫ്റ്റായിട്ട്. ഇത് ഞാൻ പൊടിച്ച് വെച്ചതാ. ഇതെല്ലാം കൂടെ പൊടിക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ആ മിക്സിയിലിട്ട് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി. അത് നന്നായിട്ട് അതിൻ്റെ തരികളും കണ്ട കട്ട എല്ലാം പോയി കിട്ടും. അത് കഴിയുമ്പം നമ്മൾ കുക്കർ അടുപ്പിൽ വെക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ കടലക്കറിയൊക്കെ വെക്കുവാണെങ്കിൽ അത് അതിൻ്റെ മേളിൽ വെച്ചാൽ മതിയല്ലോ. ഇപ്പം നമുക്ക് ആവശ്യത്തിന്, അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചോണം. എന്താണെന്ന് വെച്ചാൽ ആവി വന്നിരിക്കേണ്ടതല്ലേ, ഇച്ചിരി നേരം ഇരിക്കണ്ടേ ആവി. ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും ഇല്ലേ പല പൊടികളല്ലേ. അപ്പം ചില പൊടി ചിരട്ടെ പിടിക്കുമെന്നുള്ളൊരു സംശയമുള്ളവർ അപ്പം എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സ്വല്പം എണ്ണമയം ഇങ്ങനെ ഒന്ന് തൂത്താൽ മതി. പക്ഷെ സാധാരണ ഉണ്ടാക്കിയാൽ പിടിക്കത്തൊന്നുമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പം ഇങ്ങനെ ഇതേ പറ്റിയിരിക്കുന്നൊന്ന് തോന്നണ്ടല്ലോ എന്ന് വെച്ച് പറഞ്ഞതാണ്. കണ്ടോ, വെളിച്ചെണ്ണ, എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തൂത്താൻ നല്ലതാ. തൂത്തില്ലേലും കുഴപ്പമില്ല. പിന്നെ അതും ഇത് കണക്ക് തന്നെ നമ്മൾ
ചില്ല്, പുട്ടിൻ്റെ ചില്ലെടുപ്പ് ഇതിനകത്തോട്ട് വെച്ചിട്ട് ആവശ്യമുള്ള തേങ്ങാപ്പീര എത്രയും ആവശ്യമെന്നോ അതനുസരിച്ച് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് അതേപോലെ നമ്മൾ ചക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചില്ലേ അതും ഇടണം, മാമ്പഴം പോലെ അതിൻ്റെ പോലെ അതും ആവശ്യത്തിന്. എന്നുവെച്ചാൽ അല്ല ഇതിട്ടില്ലേലും ഈ ചക്ക ഇതിൻ്റെ പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ആവശ്യത്തിന് ചക്ക കൂടുതലുണ്ട് അതനുസരിച്ച് ഇത് കൂട്ടിയൊക്കെ എടുക്കാം. കണ്ടോ? എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച കണ്ടോ തീരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ് ഇത്. കണ്ടോ? ആവശ്യം എത്രയാണോ നമുക്കിത് ചേർക്കുന്നതെന്നാൽ അത് ആവശ്യമുള്ള അത്രയും. ഞാൻ 3 സ്പൂണ് പൊടിയേ എടുത്തുള്ളൂ, ചെറുതായിട്ട് അകത്ത് ഇങ്ങനെ നിൽക്കാം. ഇനി തേങ്ങാപ്പീര ഇടേണ്ടവർക്ക് സ്വല്പം ഇങ്ങനെ അതിൻ്റെ മേളിൽ ഇടാം, ഇടുന്നില്ലേലും കുഴപ്പമില്ല. ഇപ്പം തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. എന്നിട്ട് ഇതിന് ആവി വരുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. കണ്ടോ? എന്നിട്ട് ഇതിങ്ങനെ വെച്ച് മൂടി വെക്കുക. അപ്പോൾ ആവി വരട്ടെ, എന്നിട്ട് നമുക്ക് ചൂട് പുട്ടുണ്ടാക്കുന്നതാണ്. കണ്ടോ? ആവി വന്നു, നമ്മുടെ പുട്ടിന് ആവി വന്നു. ഇത് എടുക്കട്ടെ. കണ്ടോ? തീ കുറച്ച് വയ്ക്കാം. എടുത്തപ്പം താഴെ കണ്ടോ? നമ്മുടെ ചക്കപ്പുട്ട് റെഡി. ഇതും മാമ്പഴപ്പുട്ടിനെക്കാട്ടിയും നല്ല ടേസ്റ്റാണ്. അതിനും ടേസ്റ്റാണ്, ഇതും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് പക്ഷേ പൊടി നനയ്ക്കുമ്പം നനവ് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അതിനകത്തോട്ട് ആ മിക്സിയിലെ ജാറിനകത്തോട്ടൊരു സ്വല്പം പാലൊഴിച്ചിട്ട് അതുകൊണ്ട് വേണം ബാക്കി നനയ്ക്കാൻ. അല്ലാതെ നമ്മൾ പിന്നെ വെള്ളം ഇതിനധികം എടുക്കുന്നേ ഇല്ല. അതുകൊണ്ട് അത്രയ്ക്കും ടേസ്റ്റുമാണ്. ആരും ഇത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കൊന്നുമില്ല. ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ചക്കയൊക്കെ അധികം ഉള്ളപ്പോൾ ഇത് കണക്ക് മാറ്റി മാറ്റി ഓരോന്ന് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് പറയണം കേട്ടോ.